സ്കൂട്ടർ തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി. കോടികളുടെ സാമ്പത്തിക ഇടപാട് ഇത് സംബന്ധിച്ച് ഇയാളെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യുന്നതോടൊപ്പം തെളിവെടുപ്പ് നടത്താനും മൂവാറ്റുപുഴ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം കേസിലെ 7ാം പ്രതിയായ ലാലി വിൻസെന്റ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതി അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന മൂവാറ്റുപുഴ പോലീസിന്റെ അപേക്ഷ മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുകയായിരുന്നു. തുടർന്ന് പ്രതിയെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് നടത്തിയ പ്രവൃത്തിയാണെന്നും സത്യം പുറത്തുവരുമെന്നും കോടതിയിൽ ഹാജരാക്കാനെത്തിക്കവേ പ്രതി അനന്തകൃഷ്ണൻ പ്രതികരിച്ചു. സന്നദ്ധ സംഘടനകളിലൂടെ ചെയ്യുന്ന പ്രോജക്റ്റാണ്, സത്യം പുറത്തുവരും, കേസ് അന്വേഷണം നടക്കും. അനന്തകൃഷ്ണന്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ 450 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അക്കൗണ്ടുകളിൽ 3.25 കോടിയോളം രൂപ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇയാളുടെ 19 അക്കൗണ്ടുകളും പോലീസ് ഇതിനകം മരവിപ്പിച്ചിരുന്നു. പണം എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ചും ഇയാളുടെ ഉന്നത ബന്ധം സംബന്ധിച്ചും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനിടെ അനന്തകൃഷ്ണന്റെ 3 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.